ഷാഹിൻ, ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നീങ്ങുമ്പോൾ പോലീസ് കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോലീസിന്റെ പ്രാഥമികമായ നിഗമനം എന്താണ്? പ്രത്യേകിച്ചും ഈ സന്ധ്യയുടെ അമ്മയോട് സംസാരിക്കുമ്പോഴും അയൽവാസികളോട് സംസാരിക്കുമ്പോഴുമൊക്കെ അവർ കുടുംബത്തിൽ നിരവധി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പോൾ പോലീസിന്റെ അന്വേഷണം ഏതൊക്കെ നിലയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സന്ധ്യയുടെ അമ്മയും ബന്ധുക്കളും എല്ലാം പറയുന്നത് സന്ധ്യ ഭർത്താവിൻ്റെ പക്കൽ നിന്നും ഒപ്പം തന്നെ ഭർത്തൃഗൃഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള മാനസിക പീഡനം നേരിട്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ കുട്ടിയെ കൊല ചെയ്തത് അതുമായി ബന്ധമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. സന്ധ്യ ഏതാനും നാളുകളായി മാനസിക വെല്ലുവിളി നേരിടുന്നു എന്നുള്ള രീതിയിലാണ് പോലീസിനോട് സംസാരിക്കുന്നതും. എന്നാൽ ഇക്കാര്യം പോലീസ് പുനഃപരിശോധിക്കുകയാണ്. കാരണം സന്ധ്യയെ ചികിത്സിച്ചതായി പറയുന്ന ഡോക്ടറുടെ മൊഴി പോലീസ് സംഘം രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല സന്ധ്യ ഇപ്പോൾ പറയുന്ന രണ്ട് വാദങ്ങളാണ്. ഒന്ന്, മാനസിക വെല്ലുവിളി ഉണ്ടെന്നുള്ള ഒരു കാര്യം സന്ധ്യ സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ ആ രീതിയിൽ സന്ധ്യ പെരുമാറുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു വാദം സന്ധ്യ മുന്നോട്ട് വയ്ക്കുന്നത് കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം താനും കൂടി മരിക്കാം എന്നുള്ളതായിരുന്നു തീരുമാനം. പക്ഷേ പിന്നീട് അങ്ങനെയല്ല. കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം അല്ലെങ്കിൽ പാലത്തിൽ നിന്നും താഴേക്ക് കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം അവിടെ നിന്നും ഓട്ടോറിക്ഷയിൽ തിരികെ വീട്ടിലേക്ക് പോരുകയായിരുന്നു. വീട്ടിൽ വന്ന ശേഷവും സന്ധ്യ ആരോടും സംസാരിച്ചിട്ടില്ല. ഇതുവരെയും പോലീസിൻ്റെ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കുട്ടികളുടെ നിയമം സംരക്ഷിക്കുന്ന ജുവനൈൽ പോലീസ് അല്പനേരം മുമ്പ് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ അവർക്കും കൂടി അറിയേണ്ടിയിരിക്കുന്നു. അവരും ഒരു റിപ്പോർട്ട് തയ്യാറാക്കി SP-ക്ക് നൽകുകയും ചെയ്യും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് പോലീസ് വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. എന്തായാലും സന്ധ്യക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇനി സന്ധ്യയുടെ അറസ്റ്റ് ഇതുവരെ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. നേരത്തെ ലെവിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 മണിയോടുകൂടി ആലുവ റൂറൽ SP-യുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ വെച്ചാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഒപ്പം തന്നെ സന്ധ്യക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമ്പോഴും സന്ധ്യയുടെ ഭർത്താവിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നുള്ളതും പോലീസ് പരിശോധിക്കുകയാണ്. അയാളുടെ ഭാഗത്തു നിന്നുള്ള മാനസിക പീഡനങ്ങളെക്കുറിച്ചെല്ലാം പോലീസുകാർ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മൾക്കറിയാം 3 വയസ്സുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടിയെ ഇന്നലെ 3 മണിയോടുകൂടിയാണ് സന്ധ്യ ഡേ കെയറിൽ നിന്നും സന്ധ്യയുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇതിനിടയിലായിരുന്നു ആ പാലത്തിന് മുകളിൽ നിന്നും കുട്ടിയെ ഉപേക്ഷിക്കുന്ന രീതിയും സന്ധ്യ സ്വീകരിച്ചത്. എന്തായാലും ആ സന്ധ്യയെ വിശദമായി തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ലക്ഷ്മി.